കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഗുണമുള്ള ഒരു സാധനവും അതുപോലെ തന്നെ ഈ സമ്മറിൽ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കേണ്ട ഒരു ജ്യൂസും കൂടിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുന്നത്. മസ്ക് മെലൺ ജ്യൂസ് അല്ലെങ്കിൽ മസ്ക് മെലൺ ഷേക്ക് എന്നൊക്കെ പറയാം. അപ്പോൾ അതിനായി ഞാനൊരു കുറച്ച് മസ്ക് മെലൺ തൊലിയെല്ലാം കളഞ്ഞ് അത് ചെത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ 3 സ്ട്രോബെറിയും കൂടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ട്രോബെറി സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്ട്രോബെറി സ്കിപ്പ് ചെയ്തിട്ട് ബനാന വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ച് വെക്കുക. ഈ മസ്ക് മെലനും നമ്മൾ കഴുകി ചെറുതായിട്ടൊന്ന് മുറിച്ച് ജാറിലേക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ആ ജാറിനകത്തോട്ടാണ് ഞാൻ ഈ ഒരു സ്ട്രോബെറിയും കൂടെ ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ 3 സ്ട്രോബെറി എടുത്തിട്ടുള്ളൂ. സ്ട്രോബെറി വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ കൂടുതൽ എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതിന് പകരമായിട്ട് ബാക്കിയുള്ള ഫ്രൂട്ട്സും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഫ്രൂട്ട്സ് എന്ന് പറയുമ്പം ഏത്തയ്ക്ക ആഡ് ചെയ്യാം, കിവി അങ്ങനെയുള്ള ഫ്രൂട്ട്സൊന്നും ആഡ് ചെയ്യാൻ പാടില്ല. അതായത് ചെറിയ പുളിപ്പായിട്ടുള്ള ഫ്രൂട്ട്സൊന്നും ആഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാനിവിടെ പിന്നീട് എടുക്കുന്നത് ബ്രൗൺ ഷുഗറാണ്. നിങ്ങൾക്ക് നോർമൽ ഷുഗർ വേണമെങ്കിലും ആഡ് ചെയ്യാം. ബ്രൗൺ ഷുഗർ ആകുമ്പോൾ ഒരു ലിമിറ്റ് മധുരം മാത്രമേ നമ്മൾ എത്ര ഇട്ടാലും വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ബ്രൗൺ ഷുഗർ ആഡ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സ്ട്രോബെറിയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന മറ്റ് ഫ്രൂട്ട്സുകൾ ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാനിവിടെ ഒരു ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത്. പാല് നേരത്തെ തിളപ്പിച്ച് ആറിച്ച് വെച്ചിരുന്ന പാലാണ്. ആ പാലൂടെ ആവശ്യാനുസരണം എടുത്ത് നമുക്ക് അടച്ചു വെച്ച് ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്കിനി വീണ്ടും അത് പാല് വേണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പാല് നമ്മൾ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് അപ്പോൾ തന്നെ കുട്ടികൾക്ക് സെർവ് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ